अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ഉദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം കിളിപ്പാട്ടിൻ്റെ ഈ വ്യാഖ്യാനത്തിൽ 61-ാം ദിവസമായ ഇന്ന് പാതിവ്രത്യനിഷ്ഠാസ്ഥാപനം എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ 2ാമത്തെ ഭാഗം ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ പാണ്ഡവന്മാരുടെ ജനനത്തെ പറ്റിയാണ് ഇതിൽ മുഖ്യമായിട്ടും പ്രതിപാദിക്കുന്നത്. എങ്കിലും അത് മൊത്തത്തിൽ പാതിവ്രത്യനിഷ്ഠാസ്ഥാപനം എന്നുള്ളതിൻ്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെയാണ് അതിന് പേര് വന്നത് എന്ന് മാത്രം. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അവസാനം നമ്മൾ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ജനനം വരെയുള്ള കഥകളാണ് കേട്ടത്. അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ പണ്ട് മഹാരാജാവിന് യുധിഷ്ഠിരൻ എന്നുള്ള പുത്രൻ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഗാന്ധാരി ദേവിക്ക് വളരെ ദുഃഖമായി. താനും ഗർഭിണിയായിട്ട് 2 വർഷത്തോളമായി, ഇതുവരെ തനിക്കൊരു കുഞ്ഞുണ്ടായില്ലല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് ഗാന്ധാരി ദേവി തൻ്റെ ഗർഭത്തിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരുവാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ കല്ലുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു എന്ന് വ്യക്തമായിട്ട് ഇവിടെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം ദേവി ഒരു വലിയ മാംസപിണ്ഡത്തിനെയാണ് പ്രസവിച്ചത്. അതേ സമയത്ത് തന്നെ ആ വേദവ്യാസ മഹർഷി അവിടെ വന്നു ചേർന്നുവെന്നും ഗാന്ധാരി ദേവി തൻ്റെ ദുഃഖം അദ്ദേഹത്തിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ആ മാംസപിണ്ഡത്തിനെ നെയ്യ് നിറച്ച കുടങ്ങളിലാക്കി വയ്ക്കാൻ ആവശ്യപ്പെട്ടു എന്നും പറയണം. അങ്ങനെ അതിനെ ഓരോ ചെറിയ ചെറിയ ഇതായിട്ട് മുറിച്ച് 100 കുടങ്ങളിൽ നെയ്യ് നിറച്ച കുടങ്ങളിലാക്കി, ബാക്കി ഒരു ചെറിയ കഷ്ണം ഉണ്ടായത് വേറൊരു കുടത്തിലുമാക്കി, അങ്ങനെ 101 കുടങ്ങളിലാക്കിയിട്ട് വായ കെട്ടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഭവതി ശാന്തമായിട്ട് ഇരിക്കണം. ഇത് ഓരോന്നും പൊട്ടി ഓരോ കുമാരന്മാർ, അതിബലാവന്മാരായ കുമാരന്മാർ പുറത്തു വരും, അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് ഗാന്ധാരിയോട് പറഞ്ഞു എന്ന് പറയണം. എന്തായാലും ഗാന്ധാരി ആ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ കഴിഞ്ഞു. അപ്പോഴാണ് പണ്ട് മഹാരാജാവ് ആലോചിക്കാൻ തുടങ്ങിയത്. പണ്ട് മഹാരാജാവ് ആലോചിച്ചപ്പോൾ കുന്തിയോട് പറഞ്ഞു, നമുക്കൊരു മകനെ ഉണ്ടായിട്ടുള്ളൂ, അത് പോരാ. രാജാക്കന്മാരൊക്കെ ആകുമ്പോൾ യുദ്ധങ്ങളും മറ്റു വലിയ വലിയ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു മകനാണെങ്കിൽ അവനെന്തെങ്കിലും സംഭവിച്ചാൽ കുലത്തിന് നാശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭവതി ഇനിയും വേറെ ആരെയെങ്കിലും കൂടി വരിച്ച് അതിൽ നിന്ന് ഒരു പുത്രനെ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കരുത്തനായ വായുഭഗവാനെ തന്നെ സ്വീകരിക്കുകയാണ് നല്ലത് എന്നൊക്കെ ആ പണ്ട് മഹാരാജാവ് അറിയിച്ചതനുസരിച്ച് കുന്തിദേവി ആ വായുഭഗവാനെ സ്മരിച്ചു എന്നും ആ ദുർവാസാവ് കൊടുത്ത മന്ത്രം ചൊല്ലിക്കൊണ്ട് വായുഭഗവാനെ സ്മരിച്ചു എന്നും അദ്ദേഹം പ്രത്യക്ഷനായി എന്നും
അവർ തമ്മിൽ വേണ്ട രീതിയിൽ ബന്ധപ്പെട്ടു എന്നും അതിൽ നിന്ന് ഒരു അതികരുത്തനായ ഒരു പുത്രൻ ഉണ്ടായി എന്നും പറയുന്നു. ഈ പുത്രൻ ജനിച്ചപ്പോൾ തന്നെ ചില ശരീരികളൊക്കെ കേട്ടു അത്രേ, ഇദ്ദേഹം വലിയ ഭീമപരാക്രമനായിരിക്കും, ശത്രുക്കളായ ധാരാളം ആളുകളെ ഇദ്ദേഹം കൊല്ലും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇവൻ ഭീമൻ എന്ന് പേരിടണം എന്നൊരു അശരീരി കേട്ടു എന്നൊരു കഥയുണ്ട്. ഇതിന് പുറമെ ഒരു 10-ാം ദിവസം ഈ ദേവി ഈ കുഞ്ഞിനെയും കൊണ്ട് കുളിക്കാൻ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ പണ്ട് മഹാരാജാവ് അവിടെ നായാടിക്കൊണ്ടിരിക്കുക എന്തോ ആയിരുന്നു. അപ്പോൾ പാണ്ഡുവിൻ്റെ ഒരു ശരപ്രയോഗം കൊണ്ട് ഒരു പുലി പിടിച്ചരണ്ട് ഓടി വന്ന് ഇവരുടെ നേരെയാണ് ചാടിയത് അത്രേ. അപ്പോൾ ഒരു മലയുടെ മുകളിലേക്ക് ഈ ദേവി ഓടിക്കയറി എന്ന് പറയുന്നു മകനെയും കൊണ്ട്. പക്ഷേ ഇതിന് നല്ല ഭാരമുള്ളത് കൊണ്ട് കയ്യിൽ നിന്ന് വഴുതി ഈ മകൻ താഴോട്ട് വീണു എന്ന് പറയുന്നു. ദേവി അവിടെ ബോധം കെട്ട് വീണു. സാധാരണ നിലയ്ക്കൊരു പാറക്കല്ലിലൊക്കെ അടിച്ച് ഒരു ചെറിയ കുട്ടി വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുട്ടിക്ക് മരണമാണ് സംഭവിക്കേണ്ടത്. പക്ഷേ ആ പാറക്കല്ല് തവിട് പൊടിയായിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ജന്മ സമയത്ത് തന്നെ അതീവ കരുത്തനായിരുന്നു ഭീമസേനൻ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്ത്. അങ്ങനെ ഭീമസേനൻ ഒരു ദിവസം പകലാണ് ജനിച്ചത് എങ്കിൽ അന്ന് രാത്രി തന്നെ ആ ഗാന്ധാരി ദേവി കെട്ടിവെച്ചിരുന്ന കുടങ്ങളിൽ ഒന്നാമത്തേത് പൊട്ടി അതിൽ നിന്ന് ദുര്യോധനൻ ജനിച്ചു എന്ന് പറയുന്നു. ആ ദുര്യോധനൻ ജനിച്ചപ്പോൾ പല പല ദുർനിമിത്തങ്ങൾ അവിടെ കാണുകയുണ്ടായി. രക്തം മഴ പോലെ പെയ്യാൻ തുടങ്ങി, ദുഷ്ട കുറുനരികളൊക്കെ ഒരിയിടുന്നു, അങ്ങനെയുള്ള പല പല ദുർനിമിത്തങ്ങൾ അവിടെ കണ്ടു. അപ്പോൾ അത് ധരാഷ്ട്ര മഹാരാജാവിന് ദുഃഖമായി. അദ്ദേഹം ആ വിതുരരോടും മറ്റ് ബ്രാഹ്മണരോടുമൊക്കെ ഇതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ വിതുരവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം എന്ന് പറയാവുന്ന രീതിയിലുള്ള വിതുരൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. ഇയാൾ മഹാദുഷ്ടനായിരിക്കും, നമ്മുടെ കുലം മുടിക്കാൻ വേണ്ടി ജനിച്ച ഒരാളാണ് ഇവൻ. അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടത് ഒരു കുലത്തിന് വേണ്ടി ഒരാളെ നമുക്ക് ത്യജിക്കാം, ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുലത്തിനെ ത്യജിക്കാം, ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു ഗ്രാമത്തിനെയും ത്യജിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഈ മകനെ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് വിതുരൻ പറഞ്ഞത്. മറ്റ് ബ്രാഹ്മണരും അങ്ങനെ തന്നെ നിർദ്ദേശിച്ചു. എങ്കിലും മഹാരാജാവിന് അത് സ്വന്തം മകനോടുള്ള താല്പര്യം കൊണ്ട് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണേ. അങ്ങനെയാണ് ആ കുലനാശകനായ ദുര്യോധനൻ പിന്നീട് വളർന്നു വന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പണ്ടുവിൻ്റെ കഥയിലേക്ക് വരികയാണ്. പണ്ട് മഹാരാജാവ് വീണ്ടും കുന്തിയോട് ആവശ്യപ്പെട്ടു, ഭഗവതി നമുക്കൊരു മകനും കൂടി ഉണ്ടാവുന്നത് നന്നായിരിക്കും, വളരെ ശക്തിശാലിയായ ഒരു മകനെ വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ വീര്യമുള്ള മകന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദേവരാജാവായ ഇന്ദ്രനെ തന്നെ കുന്തിദേവി വരിച്ചുവെന്നും അതിൽ നിന്ന് ഫൽഗുന നക്ഷത്രത്തിൽ ആ അർജുനൻ ജനിച്ചു എന്നും പറഞ്ഞു. ആ ഫൽഗുനം നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഫൽഗുനൻ എന്നൊരു പേര് നൽകിയെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഈ കുന്തിദേവിക്ക് 3 മക്കളൊക്കെ ആയപ്പോൾ അതുപോലെ ഗാന്ധാരി ദേവിയുടെയും 100 മക്കളും പിറന്നു കഴിഞ്ഞപ്പോൾ മാദ്രിക്ക് വളരെ വിഷമമായി. മാദ്രി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇപ്പോൾ ഇവർക്കൊക്കെ മക്കളായി, അങ്ങയുടെ മക്കൾ എൻ്റെയും മക്കളാണ് എന്ന് പറയും, പിണ്ടാവകാശികളൊക്കെയാണ് എന്ന് പറയും. എങ്കിലും ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടാവാനുള്ള മാർഗം എന്താണ് എന്ന് അങ്ങ് ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് കുന്തിയെ വിളിച്ച് ചോദിച്ചു, എന്താണ് ചെയ്യുക, മാദ്രിക്ക് ഇങ്ങനെ ഒരാഗ്രഹമുണ്ടല്ലോ, അതെങ്ങനെ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ചോദിച്ചു. കുന്തി ദേവിക്ക് അതിൽ സംശയമൊന്നും ഉണ്ടായില്ല. ശരി, ഞാൻ ആ മന്ത്രം അവൾക്ക് പറഞ്ഞു കൊടുക്കാം, ആ ശക്തി കൊണ്ട് അവൾ ഇഷ്ടമുള്ള ഒരാളെ വരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മാദ്രി ദേവിക്ക് കുന്തി ദേവി മന്ത്രം ഉപദേശിച്ചു എന്നും മാദ്രി ദേവി ആ മന്ത്രം കൊണ്ട് തനിക്കൊരു മകൻ പോരാ എന്നുള്ള ആഗ്രഹം ഉണ്ടായോ എന്നറിയില്ല. എന്തായാലും ഇരട്ടകളായ അശ്വിനി ദേവന്മാരെയാണ് ആ ദേവി കാമിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അവർ പ്രത്യക്ഷരായി. അവരിൽ നിന്നും മാദ്രി ദേവിക്ക് നകുല സഹദേവന്മാർ എന്ന പേരുള്ള 2 പുത്രന്മാരും ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥാഭാഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.